ഡോണ്ട് ഫയൽ ഇറ്റ്, ത്രോ ഇറ്റ് അവേ. അത് സ്വീകരിക്കരുത്, ദൂരേക്ക് വലിച്ചെറിയുക. ഇംഗ്ലണ്ടിലെ ഒരു എഴുത്തുകാരന്റെ പുസ്തകത്തിന്റെ, താൻ എഴുതിയ പുസ്തകത്തിന്റെ തലക്കെട്ടാണിത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് താന് ഒരു കണ്ടുപിടുത്തം, വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു നിഗമനത്തിൽ അദ്ദേഹം ഒരു സർവേ നടത്തിയതിൽ കുറെ ഭവനങ്ങളിലും ഓഫീസുകളിലൊക്കെ താൻ പഠനം നടത്തിയതിൽ താൻ ഒരു കണ്ടുപിടുത്തം നടത്തി. നമ്മളുടെ ഭവനത്തിലായിക്കോട്ടെ, നമ്മളുടെ ഓഫീസിലായിക്കോട്ടെ, നമ്മളുടെ ചർച്ചിലായിക്കോട്ടെ, എവിടെയും ഒരു 40% അതിലുള്ള ആ ഭവനത്തിലോ സഭയിലോ ഓഫീസിലോ ഉള്ള വസ്തുക്കളൊന്നും നമുക്ക് ആവശ്യമുള്ളവയല്ല. കാലൊടിഞ്ഞ കസേരകൾ കാണും, ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ കാണും, ഉപയോഗിക്കാത്ത ടൂത്ത് പേസ്റ്റ്, തീർന്ന ഉപയോഗം കഴിഞ്ഞ ടൂത്ത് പേസ്റ്റ്, ഇതൊന്നും നമ്മൾ കളയത്തില്ല. എല്ലാം നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഒടിഞ്ഞ കസേര കളയത്തില്ല, ഒടിഞ്ഞ കട്ടില് കളയത്തില്ല, ഒടിഞ്ഞ സെറ്റ് കളയത്തില്ല, ആവശ്യമില്ലാത്ത തുണികൾ കളയത്തില്ല, കീറി പറഞ്ഞ തുണികളൊക്കെ വെച്ചേക്കും. തലേണയൊക്കെ ഉപയോഗശൂന്യമാണ്, നമ്മൾ ഉപയോഗിക്കത്തില്ല എങ്കിലും അത് നമ്മൾ അവിടെ കളയത്തില്ല, അവിടെ വെച്ചേക്കും. ഇങ്ങനെ നമ്മുടെ ഭവനത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ 40% എല്ലാ വീട്ടിലുമുണ്ട്. ഇതെല്ലാം ഒന്ന് എടുത്തു കളഞ്ഞാൽ തന്നെ ഭവനത്തിൽ വെട്ടവും വെളിച്ചവും കയറി രോഗാണുക്കൾ പോകും, ആ ഭവനത്തിനൊരു ഒരുപാട് സ്പേസ് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലും. നമ്മളും പലരോടുമുള്ള വെറുപ്പും വിദ്വേഷവും, ചിലരോടൊക്കെ വെറുപ്പെന്ന് പറഞ്ഞാൽ കയ്പ് അകത്ത് കയറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ഗുണവുമില്ല, അതുകൊണ്ട് നമുക്ക് ഒരു അനുഗ്രഹവും ഇല്ല, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മറ്റുള്ളവരോടുള്ള വെറുപ്പ്, അവൻ എന്നെ പണ്ടെന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു, അവൻ എന്നെ അപമാനിച്ചു, ഈ രീതിയിൽ എന്നോട് പെരുമാറി, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവനോട് ഇനി സഹകരിക്കത്തില്ല, അവളോട് ഇനി മിണ്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഓരോ വ്യക്തികളോടുള്ള വൈരാഗ്യം, വെറുപ്പ്, ബന്ധുക്കളോട്, സഭയിലെ പാസ്റ്ററോട്, വിശ്വാസികളോട്, കൂട്ടുവിശ്വാസികളോട്, അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, മൊത്തത്തിൽ എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും കലിപ്പും ഒക്കെ കയ്പും ഒക്കെ വെച്ചോണ്ട് ഹൃദയത്തിൽ വെച്ചോണ്ട് നടക്കുക. ഇത് വെച്ചോണ്ട് നടന്നുകൊണ്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളും വിഷം കുടിച്ചിട്ട് മറ്റുള്ളവരെ മരിക്കാൻ നമ്മൾ കാത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കയ്പ് അകത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ രോഗം ചുമന്നുകൊണ്ട് നടക്കുന്നു, ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നു, ടെൻഷൻ ചുമന്നുകൊണ്ട് നടക്കുന്നു, രോഗം എത്ര പരിശോധിച്ചാലും കാണുന്നില്ല, രോഗം സൗഖ്യമാകുന്നില്ല. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് നടന്ന് എങ്ങനെ രോഗം സൗഖ്യമാകും, എങ്ങനെ ചികിത്സിച്ചാൽ ഭേദമാകും? എന്നാൽ ഇതെല്ലാം ഡോണ്ട് ഫയൽ ഇറ്റ്, ഇതെല്ലാം നിങ്ങൾ സ്വീകരിക്കരുത്, ഇതെല്ലാം നിങ്ങൾ എടുത്ത് ത്രോ ഇറ്റ് അവേ, ഒന്ന് വലിച്ചെറിഞ്ഞ്. ഇന്ന് മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, കയ്പ്, കുന്നായ്മ, ഇതെല്ലാം ഒന്ന് എടുത്ത് ദൂരെ കളഞ്ഞ് അവരെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ അസുഖം ഭേദമാകും, നിങ്ങളുടെ രോഗം സൗഖ്യമാകും, നിങ്ങളുടെ ഹൃദയത്തിനൊരു വലിയ വിശാലത വരും, ഹൃദയത്തിന് വലിയൊരു വെട്ടം വരും, ഭവനത്തിന് വലിയൊരു വെട്ടം വരും. ഡോണ്ട് ഫയൽ ഇറ്റ്, ത്രോ ഇറ്റ് അവേ. നിങ്ങളുടെ അനുഗ്രഹത്തിനാണ് പറയുന്നത്, സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കുക.